ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു മന്തി റൈസെല്ലാം വാങ്ങിയിട്ട് ഇങ്ങനെ കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ മന്തി റൈസെല്ലാം ഇല്ലേ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിനി. എനിക്ക് അങ്ങനെ ആക്കാൻ അറിയുന്നില്ല. അപ്പോൾ അതിൽ കണ്ട പോലെ ഒരു 3/4 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെന്താ മല്ലിയില പുതിന എല്ലാം കൂടി അരച്ചതും കൂടി ഒഴിച്ച് പിന്നെ അതിൻ്റെ ഈ മന്തി മസാല ഇട്ട് പിന്നെ ആ നാരങ്ങയില്ലേ ഉണങ്ങിയ നാരങ്ങ അതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ചിക്കനും എല്ലാം ഇട്ട് ചിക്കൻ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ എടുത്തേ. അപ്പോൾ അങ്ങനെയെല്ലാം ഇട്ടിട്ട് ഒന്ന് ചിക്കൻ വേവാൻ വെക്കട്ടെ. അപ്പോഴത്തേക്കും വെള്ളം തിളച്ചിട്ടുണ്ട്. ഈ അരി അതിലേക്ക് എടുത്തിടുന്നേ. ഇത് നന്നായിട്ട് ഇങ്ങനെ വെന്തിട്ട് വേണ്ടേ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കലാന്ന് കേട്ടോ. വെള്ളം ഊറ്റി എടുത്തിട്ട് നമുക്ക് വെന്തതിന് ശേഷം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയത് കാരണമില്ല ഏച്ചലും വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ ഇന്നലെ ഞാനൊരു ആസ്പത്രിയിലെല്ലാം പോയിട്ടോ, അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാനിടാം. ഇന്ന് രാജ്യ ഹോസ്പിറ്റലാണ് തലശ്ശേരി, നടുവേദനയായിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഏച്ചി ഇന്നലെ മക്കൾക്ക് പനിയായത് കാരണം ഇവരെ കൂട്ടാൻ കഴിയാത്ത കാരണം ഏച്ചി വന്നതാണ്, ഏച്ചിയും ഭർത്താവും കൂടിയിട്ട്. അപ്പോൾ ഇന്ന് മക്കൾ പറഞ്ഞു എല്ലാവരും ഇല്ലതല്ല ഇന്നിങ്ങനെ ആക്കാമെന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ വാങ്ങലുണ്ട്. അപ്പോൾ ഇന്ന് ഈ മന്തി ഇങ്ങനെ കുഴിമന്തി ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതെല്ലാം അരിയെല്ലാം വാങ്ങിയിട്ട് അങ്ങനെ ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചോറ് നമ്മൾ ഊറ്റിയെടുക്കും ഇതിനെ. അത് ഈ ചിക്കനും കുറച്ച് വെള്ളം ഉണ്ടായിന് അതിലേക്ക് ഇട്ടിട്ടില്ലേ മല്ലിയിലെല്ലാം ഇട്ടിട്ട് പിന്നെ ഇത് നമ്മളെ ഇതിലെന്താന്ന് പുക ഇങ്ങനെ ആക്കുന്നത് അതെല്ലാം ആക്കിയിട്ട് അതാക്കുമ്പോൾ അതാ ശരിക്കും ഹോട്ടലിൽ നിന്നിട്ട് ഒരു മണം വരുന്ന കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതെല്ലാം ആക്കിയിട്ട് ഏച്ചി മറ്റേ ഗോതമ്പ് പൊടി ഇങ്ങനെ അതിനെ ചുറ്റും ഇങ്ങനെ ആവി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ, ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഏച്ചിയുടെ പണിയാണ്. പിന്നെ കുറച്ച് അവൾ അതിൻ്റെ മേലെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കനലെല്ലാം കുറച്ച് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് ഇങ്ങനെ ഗോതമ്പ് പായസമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാട്ട. വെള്ളപ്പാവെല്ലാം ഒഴിച്ചിട്ട് നെയ്യെല്ലാം ഇട്ട് ഗോതമ്പ് വേവിച്ചിട്ട് വെള്ളപ്പാവെല്ലാം ഒഴിച്ചിട്ട് കുറച്ച് ഒരു പാക്കറ്റ് പാലും അങ്ങ് ഒഴിച്ച് കൊടുത്ത്. തേങ്ങാപ്പാൽ ചേർത്ത് നല്ല ടേസ്റ്റാണ്, പക്ഷേ അത് ഒഴിച്ചിട്ടാണ് അതിനോട് കളിക്കാൻ സമയമില്ല. അപ്പോൾ ഇതാ പായസം റെഡിയായി. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.